സ്വാഗതം. പ്രഭാത ടാരോ കാർഡ് വായനയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് നൽകുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് ഇന്നത്തെ നമ്മുടെ ഊർജ്ജമാണ്, കറണ്ട് എനർജി എന്ന് പറയുന്ന ഒരു കാർഡാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് താങ്കൾക്ക് നൽകുന്നത്, എന്തിലാണ് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ഔട്ട്കം പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. എന്ത് എനർജിയാണ് നമ്മളേക്ക് ഇന്ന് വരുന്നത് ചോദിച്ചപ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന എനർജിയാണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടൊരു കാർഡാണ്. പൊതുവേ ഈ കാർഡ് വരുമ്പോൾ നാം പറയാറുള്ളത് നമുക്ക് ധനസമ്പാദനത്തിലൊരു പുതിയ മാർഗ്ഗം തുറന്നിരുന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ തൊഴിൽ മേഖലയിൽ ചിലപ്പോൾ പ്രൊമോഷൻ കിട്ടാം, അല്ലെങ്കിൽ പുതിയൊരു ഏരിയ നമ്മൾ കണ്ടെത്താം, അല്ലെങ്കിൽ നമ്മുടെ ചെയ്യുന്ന ഒരു ഇതിൽ നമുക്കൊരു ധനസമ്പാദനത്തിലൊരു മാർഗ്ഗം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് താങ്കളിലേക്ക് ഇന്ന് വരുന്ന എനർജി എന്ന് പറയുന്നത്. എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നത് നമുക്ക് ചോദിച്ചപ്പോൾ നമുക്ക് 10 ഓഫ് കപ്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. 10 ഓഫ് കപ്സ് എന്ന് പറയുന്നത് കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്നൊരു ഊർജ്ജമാണ്. ഇതൊരു ഗൈഡൻസ് ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ കുടുംബത്തിലുള്ള ആരെയും വേദനിപ്പിക്കാൻ പാടില്ല. പരമാവധി അവരുമായിട്ട് ഐക്യത്തോടുകൂടി പെരുമാറുക എന്നുള്ളതാണ്. എന്ത് സ്ട്രെസ്സോ ടെൻഷനോ വന്നാലും നമ്മളെപ്പോഴും അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്താൽ മതി. കാര്യം വെച്ചാൽ ചിലപ്പോൾ നമുക്കറിയാമല്ലോ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവർ മാത്രം നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഇതാണ് മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നത്. കുടുംബത്തെ മറന്നൊന്നും ചെയ്യരുത് എന്നാണ് യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം. എന്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എന്ത് ഔട്ട്കം കിട്ടുക നമുക്ക് ചോദിച്ചപ്പോൾ ഹാങ്ഡ് മാൻ എന്ന് പറയുന്നൊരു കാർഡാണ്. ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡ് പൊതുവേ പ്രൊക്രാസ്റ്റിനേഷൻ അല്ലെങ്കിൽ സഹനം എന്നൊക്കെ പറയുന്നൊരു കാർഡാണ്. ഈ കാർഡാണ് ഔട്ട്കം ഇതായിട്ട് വരുമ്പോൾ നമ്മൾ പറയാറുള്ളത്, നമ്മൾ സാധാരണ കാണുന്ന ആംഗിളിൽ നിന്നും വേറെ ആംഗിളിൽ നോക്കി കാണും എന്നുള്ളതാണ്. കാരണം ഈ വ്യക്തി തലകുത്തി കിടന്നുകൊണ്ട് വേറെ ആംഗിളിൽ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സാധാരണ നോക്കിക്കാണുന്ന ആംഗിളിൽ നിന്നല്ലാതെ മറ്റേ ആളുടെ ആംഗിളിൽ മറ്റേ വ്യക്തി എങ്ങനെയായിരിക്കും ഇതാക്കുക എന്ന രീതിയിലാണ് കാണാൻ പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെ കണ്ടാലായിരിക്കും നമുക്ക് ഈ ധനം വരുന്നതും ഈ കുടുംബത്തോട് നമുക്ക് പൂർണ്ണമായിട്ട് ഐക്യം പുലർത്താൻ പറ്റുന്നതും. അപ്പോൾ ഇതാണ് ഇന്ന് യൂണിവേഴ്സ് താങ്കൾക്ക് സന്ദേശം. ഐ വിഷ് യു വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.